RMPI UDF നടത്തിയ കോട്ടക്കടവ് റെയിൽവേ മേൽപ്പാലം ജനകീയ കൺവെൻഷൻ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കോട്ടക്കടവ് മേൽപ്പാല നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. RMPI UDF നടത്തിയ കോട്ടക്കടവ് റെയിൽവേ മേൽപ്പാല ജനകീയ കൺവെൻഷൻ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കോട്ടക്കടവ് മേൽപ്പാല നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ജനകീയ കൺവെൻഷൻ എന്നു പറഞ്ഞാണ് ചേർന്നതെങ്കിലും അതിൽ കോട്ടക്കടവ് മേൽപ്പാല നിർമ്മാണ കമ്മിറ്റിയെ ക്ഷണിച്ചിരുന്നില്ല. വർഷങ്ങളായി കോട്ടക്കടവ് മേൽപ്പാലത്തിനായി പ്രവർത്തിക്കുന്നവരെ ഒഴിവാക്കിക്കൊണ്ട് നടത്തിയത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണെന്നും ഇവർ ആരോപിച്ചു. വർഷങ്ങളായുള്ള ആവശ്യമാണ് കോട്ടക്കടവ് മേൽപ്പാലം എന്നത്. നിർമ്മാണ കമ്മിറ്റി രാഷ്ട്രീയ ഭേദമന്യേയാണ് ഇതിനായി പ്രവർത്തിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പിന് ഏതായാലും ഒരു മാസമല്ലേ ഉള്ളൂ. അപ്പൊ ഇത് രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടുള്ള നേട്ടത്തിന് മുനിസിപ്പൽ ചെയർമാനോട് എല്ലാ ആളുകളെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഇതിനൊരു കമ്മിറ്റി ഉണ്ടാക്കുന്ന ആവശ്യപ്പെട്ട് എല്ലാവരെയും വിളിക്കും. ഇതിൽ ഒരു പണത്തൂക്കം പോലും രാഷ്ട്രീയം കലർന്ന കാരണം പൊതുജനങ്ങളുടെ പൊതുവായ ആവശ്യമാണ്. കാരണം അവിടെ ഭയപ്പെടുത്താണ് ആളുകൾ. എന്താ അറിയാം, ഇത് എടുത്തു പോവാണെന്നും ഭയപ്പെടുത്താണ്. അത് യാഥാർത്ഥ്യം ഉണ്ടോ എന്നുള്ളത് ഉത്തരവാദപ്പെട്ട MP-മാർക്കോ MLA-മാർക്കോ അറിയാൻ കഴിയും. ഞങ്ങൾക്കൊക്കെ അറിയില്ല. അവർ പറയട്ടെ. അങ്ങനെ റെയിൽവേ ഇത് എടുത്തു കളയാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ബഹുജന കൺവെൻഷൻ, 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത ബഹുജന കൺവെൻഷൻ അന്ന് നടന്നു. 13 ആ ബഹുജന കൺവെൻഷൻ നടന്നതിൻ്റെ ഭാഗമായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട 11/1/18 വടകര വെച്ച് അന്നത്തെ സദേൺ റെയിൽവേ ഡിവിഷണൽ മാനേജർക്ക് നിവേദനം കൊടുത്തു. ബഹുമാനപ്പെട്ട മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടുന്ന കൂടി പങ്കെടുത്തുകൊണ്ടാണ് ആ നിവേദനം കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ ആ ഡിവിഷണൽ മാനേജറുടെ നിർദ്ദേശാനുസരണം അന്ന് അവർ പറഞ്ഞാൽ ഒരു DPR തയ്യാറാക്കി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ DPR തയ്യാറാക്കുന്നതിന് വേണ്ടി ഈ രാജുവേട്ടനും അതേപോലെ തന്നെ TPS ഉൾപ്പെടെയുള്ള ആളുകൾ ഊരാളുകൾ അംഗീകൃത ഏജൻസി ആയിരിക്കണം അത് കൊടുക്കേണ്ടതെന്ന് പറയുന്ന അടിസ്ഥാനത്തിൽ ഇവർ ഊരാളുകൾ സൊസൈറ്റിയെ സമീപിച്ചു. 2 ലക്ഷം രൂപ ചെലവിട്ടുകൊണ്ട് DPR തയ്യാറാക്കി. ആ DPRൻ്റെ കോപ്പി ഒക്കെ തന്നെ നമ്മൾ റെഡിയാക്കിയപ്പോൾ 2 ലക്ഷം രൂപ അയാൾ പറഞ്ഞു ഏതായാലും പൊതു ആവശ്യമല്ലേ, അത് ഞാൻ ആ പൈസ വേണ്ട എന്ന് വെച്ചു. അങ്ങനെ യൂറാംഗ്ല സൊസൈറ്റി സൗജന്യമായിട്ടാണ് ആ DPR തയ്യാറായി തന്നത്. ഇതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ 2020 അന്നത്തെ MP ആയിരുന്ന മുരളീധരന് വീണ്ടും നിവേദനം കൊടുത്തു, DPR കൊടുത്തു. അദ്ദേഹത്തിന് 3 പ്രാവശ്യം ഞങ്ങൾ ഇത് കൊടുത്തു, ആ ഓഫീസിൽ പോയി കൊടുത്തു. അതിനുശേഷം എന്ന് വെച്ചാൽ നമ്മളെ MLA KK രമ MLA ആയപ്പോൾ MLAക്ക് 2 പ്രാവശ്യം ഞങ്ങൾ ഈ DPRും നിവേദനവും കാര്യങ്ങളൊക്കെ തന്നെ രമ MLA ആയതിനു ശേഷവും അതിന് ശേഷവും കൊടുത്തു. അതേപോലെ തന്നെ ഇപ്പോൾ ഷാഫി പറമ്പിൽ MP വന്നപ്പോൾ അങ്ങാടത്താ വെച്ച് നിവേദനം കൊടുത്തു. ഓഫീസ് പോയി വീണ്ടും ഞങ്ങൾ നിവേദനം കൊടുത്തു. ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഇതുവരെ ഞങ്ങളൊരു സങ്കടകരമായ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഈ MP-മാർ ആരും അല്ല ഈ MLA-മാർ ആരും തന്നെ ഞങ്ങൾ കൊടുത്ത നിവേദനത്തിന് ഞങ്ങൾ ഇന്നേ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് എന്ന് ഇന്നേ തീയതി വരെ ഞങ്ങളോട് രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടില്ല. അതാണ് ഞങ്ങളെ സംബന്ധിച്ച് വലിയ സങ്കടകരമായ ഒരു അവസ്ഥ. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.